സ്പെയിനിലെ ഒരു മീൻ മാർക്കറ്റിലാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. വലിയ മീനൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ചാള പോലത്തെ മീൻ. ഇത് ചെമ്പല്ലിയുടെ ഒരു വലിയ വർഷം പോലെ തോന്നുന്നുണ്ട്. ചെമ്മീനാണ് തോന്നുന്നത്. ക്രാബ്, പല വെറൈറ്റി ക്രാബ്. ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീനുണ്ട് കേട്ടോ. ഇത് മേടിച്ചുകൊണ്ട് പോയി വറുത്താൽ മതി. അവിടെ ഒരെണ്ണം വലിയതിരിക്കുന്നുണ്ട്. അവർ ഐസൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. ഇതിവിടുത്തെ മാക്രോ എന്ന് പറയുന്ന ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ്. മാക്രോയുടെ നെറ്റ്വർക്ക് യൂറോപ്പ് മുഴുവനുണ്ട്. യൂറോപ്പിലുള്ള എല്ലാ പോളണ്ടിലൊക്കെ മാക്രോ ഉണ്ട്. വലിയ സ്റ്റോറുകളാണിത്. പിസ്സ ഒക്കെയാണ്, റെഡിമെയ്ഡ് പിസ്സ. ഞാൻ രാവിലെ വെള്ളം എടുക്കാനായിട്ടാണ് ഇവിടെ വന്നത്. വെള്ളം നോക്കിയിട്ടിപ്പോൾ കാണുന്നില്ല. നടന്നു പോണ വഴിക്ക് ഇതേ വലിയ പാത്രത്തിൽ തേൻ വെച്ചേക്കുന്നു. 5 കിലോയുടെ തേൻ. അതിന് വില എത്രയാണോ? 18 യൂറോയോ. 5 കിലോയുടെ ഉണ്ട്, 2 കിലോയുടെ ഉണ്ട്. പലതരത്തിലുള്ള തേനുണ്ട് ഇവിടെ. നാട്ടിൽ നിന്ന് കുറച്ച് തേൻ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ തേൻ ആവശ്യമുണ്ട്. ചെറിയ 1 കിലോ ആണ്. 1 കിലോ. പിന്നെ ഇവിടെ ബിസ്ക്കറ്റുണ്ട്. വലിയ പാക്കറ്റിൽ ബിസ്ക്കറ്റ്. അങ്ങനെ പല ഐറ്റംസാണ് സൈഡിലുണ്ട്. ഈ കാണുന്ന ലോട്ടസ് ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റുള്ളൊരു ബിസ്ക്കറ്റാണ്. ഞാൻ സ്ഥിരം വാങ്ങാറുള്ളൂ. പോളണ്ടിലും കിട്ടും. അങ്ങനെ വെള്ളം തപ്പി അവസാനം വെള്ളത്തിൻ്റെ സെക്ഷൻ എത്തുന്നു. ഇവിടെ 5 ലിറ്ററിൻ്റെ വെള്ളം ഇവിടെ ഇരിക്കുന്നതാണ്. ഇവിടെ ഉണ്ട് 5 ലിറ്ററിൻ്റെ വെള്ളം. ഇത് 8 ലിറ്ററിൻ്റെ വെള്ളം. ഇത് 5 ലിറ്റർ. ഇതും 5 ലിറ്ററാണെന്ന് നമുക്ക്. ഇത് ഇവിടുത്തെ പാത്രങ്ങളുടെ സെക്ഷനാണ്. വെറൈറ്റി ആയിട്ടുള്ള പലതരം പാത്രങ്ങളും ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. ഇത് തവ. വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള തവകൾ. നമ്മുടെ ഐസ്ക്രീമൊക്കെ കോരുന്ന സാധനം. ബ്രെഡ് സ്ക്രേപ്പ് ചെയ്യാനുള്ള ഒരു ഐറ്റം. ഫോട്ടോ കണ്ടിട്ട് അങ്ങനെയാണ് മനസ്സിലാവും. ഇന്ന് മുകളിലേക്ക് പോയി നോക്കാം. ഇതൊരു വലിയ സ്റ്റോറാണ് കേട്ടോ. മുകളിൽ ഫർണിച്ചറുകളുടെയൊക്കെ സെക്ഷനാണ്. ഫർണിച്ചറുകൾ, ഡ്രസ്സുകൾ, നല്ല കോട്ടൊക്കെ തൂക്കിയിട്ടിരിക്കും. മറ്റേ ഷെഫുമാരുടെയൊക്കെ ഡ്രസ്സാണ് തോന്നുന്നത്. ഹോട്ടലിലൊക്കെ ഷെഫുകളുടെ ഡ്രസ്സ്, ഇതുപോലെ തോന്നിക്കുന്ന ഡ്രസ്സ്. നമ്മുടെ നാട്ടിലെ കസേരയാണല്ലോ. അതിന് കുഷ്യം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
നാട്ടിൽ കല്യാണങ്ങൾക്കൊക്കെ കൊണ്ടുപോകണ പോലത്തെ സാധനം. പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് പ്ലൈവുഡിൽ ഉണ്ടാക്കി ഇരുമ്പിൻ്റെ സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ബെഞ്ചും ഡെസ്ക്. ഇത് പിന്നെ മരത്തിലുണ്ടാക്കി. താഴത്തേക്ക് പോവാം. മുകളിൽ ഒരുപാട് കാണാനില്ല. ഇനി അല്പം വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങളൊക്കെയാണ്. ഞാൻ വീണ്ടും താഴത്തെ ആദ്യം പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. വെറൈറ്റി പാത്രങ്ങൾ. മനുഷ്യൽ എങ്ങനെ പ്ലേറ്റ് സെറ്റ് ചെയ്യാനൊക്കെ അവരിവിടെ വെച്ച് കാണിക്കും. ബൗളുകളൊക്കെയാണ്. ഇതൊന്ന് വെറൈറ്റി ആയിട്ട് കളർക്കോ. ചെമ്പിൻ്റെ പാത്രമൊക്കെയാണ് തോന്നുന്നു. കോപ്പർ പോലത്തെ കാണുമ്പോൾ കോപ്പറൊന്നും അല്ലെന്ന് തോന്നുന്നു. ഇതൊരു ഓൾ ഇൻ വൺ സൂപ്പർ മാർക്കറ്റാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു വാസ്തവത്തിൽ മാക്രോ എന്ന് പറയുന്നത് പൈസ ഭയങ്കര കുറവാണ് ഇവിടെ. ഇത് ഈ ബൾക്ക് മാനുഫാക്ചർ ചെയ്ത് ചെറിയ ചെറിയ കടകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ്. ആ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുഡിൻ്റെ സെക്ഷനാണ്. ഫുഡിൻ്റെ സെക്ഷനിൽ വന്നാൽ ഇത് ഇവിടെ പച്ചക്കറികൾ എല്ലാം ബൾക്കായിട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ലൂസായിട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, പക്ഷേ ബൾക്ക് സ്റ്റോറേജാണ്. എൻ്റെ പൊന്നെ, ഉരുളക്കിഴങ്ങൊക്കെ 10, 20, 25 കിലോയുടെയൊക്കെ ചാക്കാന്ന് തോന്നുന്നു. 25ൻ്റെ ഉള്ളി, 25 കിലോയുടെ ചാക്കാണതല്ല. ഇവിടെ ക്യാബേജൊക്കെ പാത്രങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. ക്യാബേജിൻ്റെ കളറ് വ്യത്യാസമുള്ള കാരണം ഇത് വേറൊരു വെറൈറ്റി ക്യാബേജ്. പച്ചമുളകൊക്കെ ഉണ്ട് അവിടെ, കൊള്ളാലോ. കോളിഫ്ലവർ അത് തന്നെ നമുക്ക് നാട്ടിലുണ്ട്. ആണ്ടത് പൈനാപ്പിളൊക്കെ ഇരിക്കുന്നു. നമ്മുടെ മൂവാറ്റുപുഴയിൽ നിന്നൊക്കെ കയറ്റി വിടുന്ന പൈനാപ്പിളാണോ എന്തോ. ചിലതിലൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട് സ്ഥലം. ഇത് ആപ്പിളൊക്കെ ചിലപ്പോൾ പോളണ്ടിലെ ആപ്പിളായിരിക്കും. ഞാൻ ആപ്പിളുമായിട്ട് ഇറ്റലിയിൽ നിന്നും പോളണ്ടിൽ നിന്നും ആപ്പിളുമായിട്ട് സ്പെയിനിൽ വന്നിട്ടുണ്ട്. നാട്ടിലെ സിന്നമൺ സ്റ്റിക്ക് ഇവിടെ എന്തതിന് വില? 7.25 യൂറോ 300 ഗ്രാമിന്. സിന്നമൺ സ്റ്റിക്ക് ഇത് കുറേ സ്പൈസസിൻ്റെ ഏരിയ കേട്ടോ. പെപ്പറൊക്കെ ഇരിക്കുന്നു. 850 ഗ്രാമിൻ്റെ പെപ്പറിന് 13 യൂറോ ഹാഫ് വിതൗട്ട് ടാക്സ് 14.36 യൂറോയാണ്. 14.36 യൂറോ 850 ഗ്രാമിന്. സവോളയുടെ പൊടിയോ? സവോളേനെ പൊടി വെക്കുമോ? എന്തെല്ലാം ഐറ്റങ്ങളാണ്.
മുളക് ഉണക്കിയത്. നമ്മുടെ പച്ചമുളക് നാട്ടിലെ ചില ചുവന്ന മുളക് ഉണക്കിയത് 400 ഗ്രാമിന് 7.4 യൂറോ, 7.15 യൂറോ. യൂറോ ഇട്ടൊരു കളിയില്ല. ഞാനിവിടെ കണ്ട് എൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. 2 കുപ്പി വെള്ളം എടുത്ത് സ്ഥലം വിടാൻ വേണ്ടി വന്നതാ. അന്നേരമാണ് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ വെള്ളം കുപ്പി 2. ഓക്കെ, ഇത് നമുക്ക് ഇതുമായിട്ട് കൗണ്ടറിലേക്ക് പോവാം. ഇത് മദ്യത്തിൻ്റെ സ്ഥലം കേട്ടോ. മദ്യം ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് മദ്യം കുടിക്കാം.